ഞങ്ങൾ ഈ ഒരു ഫർണിച്ചർ വാങ്ങിയിട്ട് ആകെ 6 മന്ത്സ് ആവുന്നുള്ളതും കംപ്ലീറ്റ്ലി തേക്കിൽ ചെയ്തിട്ടുള്ളൊരു ഫർണിച്ചറാണ്. അതായത് ഞങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ഫർണിച്ചർ കണ്ടു, ഇറ്റ്സ് വെരി നൈസ്, ഞങ്ങളത് പർച്ചേസ് ചെയ്യാൻ പോവാണ് എന്ന് പറയുന്ന ഒരു സിനാരിയോ എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. സോ ആഫ്റ്റർ ഡിസൈനിങ് എ ഹൗസ് അല്ലെങ്കിൽ ഡിസൈൻ ഫൈനലൈസ് ആയതിനു ശേഷം നമ്മളൊരു തീമിലേക്കാണ് എത്തേണ്ടത്. നമ്മൾ പിന്നെ നെക്സ്റ്റ് മൂവ് ചെയ്യുന്ന എല്ലാ എലമെൻസും അല്ലെങ്കിൽ ബാക്കിയുള്ള എവറിത്തിങ് മസ്റ്റ് ബി ഓൺ ദാറ്റ് തീം. അത് ഫർണിച്ചർ ആവാം, ടൈലാവാം, ലൈറ്റ്സ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്നാൽ മാത്രമേ ഫൈനൽ ഔട്ട്കമ്മിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. നമ്മളൊരു ഷോറൂമിൽ ഒരു എലമെൻറ്റ് കണ്ടു, ഒരു ഫർണിച്ചർ കണ്ടു, വി ഹാവ് ടു വിഷ്വലൈസ് ആ ഒരു എലമെൻറ്റ് നമ്മുടെ സ്റ്റൈലിലുള്ള എലമെൻ്റ് ആണോ, ആ ഒരു തീമിലാണോ ആ ഒരു സോഫ ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ ഇരിക്കുന്ന പോലെ തന്നെയാണോ നമ്മുടെ സ്പേസിലും വന്നു കഴിഞ്ഞിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലായിരിക്കണം. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ടു മെയിൻറ്റെയിൻ എ തീം ആൻഡ് ഫർണിച്ചർ, അല്ലെങ്കിൽ ലൈറ്റ്സ് സെലക്ഷൻ ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ വാട്ട് എവർ ഡിസൈൻ എലമെൻറ്റ് സെലക്ഷൻ ടൈമിലാണെങ്കിലും ആ തീം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.